മെയ് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസാന ദിവസത്തിലും അരി എത്തിയില്ല. 41 കടകളിലാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഒരു മാസത്തെ റേഷൻ സാമഗ്രികൾ നഷ്ടമായതോടെ ദുരിതത്തിലാണ് ഉപഭോക്താക്കൾ. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഇതുപോലെ കാലിയാണ് കുട്ടനാട്ടിലെ റേഷൻ കടകൾ. ഇതുപോലെ തന്നെ കുട്ടനാട്ടിലെ വീടുകളുടെ അടുക്കളകളും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിലെ 41 റേഷൻ കടകളിലേക്കാണ് ഇനി അരി എത്താനുള്ളത്. മെയ് മാസത്തിലെ വിതരണത്തിനുള്ള കാലാവധി കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് റേഷൻ ഇല്ലാതായി. വെള്ളപ്പൊക്ക ദുരിതങ്ങൾക്കിടെ അരിയില്ലെന്ന തിരിച്ചടിയും കുട്ടനാട്ടുകാരെ വലയ്ക്കുന്നു. കുളുങ്ങുന്ന പ്രദേശം വളരെ വെള്ളക്കെട്ടിൽ താഴ്ന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ മാസത്തെ റേഷനാണ്, അത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇന്ന് ജൂൺ 5 അടുത്ത തുലാമാസം വരെയും വെള്ളമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ അവസ്ഥയിലുള്ള ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ലെന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർ വിതരണത്തിനുള്ള കാലാവധി 10 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. എന്നാൽ നീട്ടി നൽകിയത് 1 ദിവസം മാത്രം. ഈ സമയത്തിനുള്ളിൽ വിതരണം നടത്താനാവില്ലെന്നാണ് വിതരണക്കാർ തന്നെ പറയുന്നത്. കുട്ടനാട്ടിലെ 41 കടകളിൽ സാധനങ്ങൾ എത്തിക്കാൻ കുറഞ്ഞത് 4 ദിവസം വേണ്ടിവരും. വെള്ളപ്പൊക്കമുണ്ടായ കുട്ടനാട്, കാർത്തികപ്പള്ളി പ്രദേശങ്ങളിലെ ജനങ്ങളിൽ പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ്. വെള്ളമിറങ്ങുന്ന മുറയ്ക്കാണ് ഇവർക്ക് തിരികെ വീടുകളിൽ എത്താനാവുക. ഈ സമയപരിധിയും റേഷൻ വാങ്ങാൻ തിരിച്ചടിയാകും. ജൂൺ മാസത്തെ വിഹിതത്തിനൊപ്പം മെയ് മാസത്തെ റേഷൻ കൂടി വാങ്ങാൻ അനുമതി നൽകുക മാത്രമാണ് ഏക പരിഹാരം. അപ്പം റേഷൻ സംവിധാനമാണ് സാധാരണ ആശ്രയിച്ചിട്ട് ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം റേഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ 10 ദിവസക്കാലമായി കുട്ടനാട് വെള്ളത്തിന് അടിയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം റേഷൻ കിട്ടാതെ ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണ്ണത്തിലാണ് ജീവിതം നടക്കുന്നത്. നീല കാർഡ്, വെള്ള കാർഡ്, ഇത് രണ്ടിനും അരി കൊടുത്തിട്ടില്ല. BPL-ന് പകുതി അരി കൊടുക്കാനുണ്ട്, AY-ക്ക് പകുതി അരി കൊടുക്കാനുണ്ട്. നീല കാർഡിൻ്റെ മൊത്തം അരി കൊടുക്കാൻ കിടക്കുക. ആളുകൾ വിളിച്ച് ഞാൻ കരഞ്ഞു. ഇന്ന് രാവിലെ ആഫീസിൽ വിളിച്ചു, തകഴി വിളിച്ചു, ആഫീസിൽ വിളിച്ചു, എല്ലാം ചെയ്യുന്നുണ്ട്. അവരിപ്പം വിടാമെന്ന് പറയുന്നുണ്ട്. കുട്ടനാട് താലൂക്കിൽ ആകെയുള്ളത് 53,000 കാർഡ് ഉടമകൾ. ഇതിൽ മെയ് മാസത്തിലെ റേഷൻ വാങ്ങിയത് 35,000 പേർ മാത്രം. മുഴുവൻ വിഹിതവും ലഭിച്ചവരുടെ എണ്ണവും താരതമ്യേന കുറവാണ്. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തിന്റെ തുടക്കകാലമാണിത്. ഈ സാഹചര്യത്തിൽ അരി കൂടി ഇല്ലാതായാൽ കുട്ടനാട്ടുകാരുടെ ജീവിതം അധോഗതിയാകും. മെയ് മാസത്തിലെ റേഷൻ വാങ്ങാൻ 10 ദിവസം അധികമായി അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കുട്ടനാട്ടിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. മഴ ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ദുരിതമാണ് കുട്ടനാട്ടുകാർക്ക്. വെള്ളക്കെട്ടിൽ വലഞ്ഞ അവർക്കിപ്പോൾ അരിയുമില്ല. തങ്ങളെ ഇനിയും ദുരിതത്തിലാക്കരുത് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. അധികാരികൾ കണ്ണു തുറക്കണം, വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണണം. അത് അങ്ങനെ കാണും എന്ന പ്രതീക്ഷയോടുകൂടി റിപ്പോർട്ട് ഞങ്ങൾ അധികൃതരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. 1-2 കുടുംബങ്ങളുടെ പ്രശ്നമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നമാണ്. ഇവിടേക്ക് റേഷൻ കടകളിലേക്ക് അരി എത്തിക്കുന്ന നടപടി വേഗത്തിലുണ്ടാകണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അതുപോലെ റേഷൻ വാങ്ങാനുള്ള സമയം നീട്ടി നൽകുക എന്നുള്ള അവരുടെ ആവശ്യം കൂടി പരിഗണിക്കണം എന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ചില പ്രതികരണങ്ങളിലേക്ക്. എല്ലാ വീട്ടിലും വെള്ളമാണ്, അരി കിട്ടാനായിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാന കാര്യം. ഞങ്ങളിപ്പോൾ ഒരു 3-4 പ്രാവശ്യം വന്നു. എന്നിട്ട് അന്നേരമൊക്കെ അരി വന്നില്ല എന്ന് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഒന്ന് അനുവദിച്ച് തരണം, അത്രയും. അരി കിട്ടാനില്ല, അരി വരണ്ടേ. വെള്ളപ്പൊക്കം ആയതുകൊണ്ട് വണ്ടി ഒന്നും ഓടുന്നില്ല. പിന്നെ ഈ ക്യാമ്പിലെ ഈ അരി 2 ദിവസം കിട്ടിയോണ്ടാണ് ഇങ്ങനെ കൂടുന്നത്. അത് തീർന്നില്ല, എന്നാ ചെയ്യാനാ, ആരോട് പറയാനാ, അവരോടും പറഞ്ഞ കേൾക്കാം. നമുക്ക് എല്ലാവരും വന്ന് ഞങ്ങളോട് അരി ചോദിക്കുക. ഞങ്ങൾ ഇവിടുന്ന് അരി കൊടുക്കുന്നത്, ഞങ്ങൾക്ക് അരിയില്ല കൊടുക്കാനായിട്ട്. ഇന്ന് തീരുവോ? ഇന്നുകൂടെ 1 ദിവസം ലാസ്റ്റ് ഡേറ്റ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ഇത് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ യൂണിയൻകാരാണ് ഇവിടുത്തെ ചുമട്ടുകാർ. അവിടുത്തെ ചുമട്ടുകാർ അരി കയറ്റി ഇങ്ങോട്ട് വിടത്തില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഇവിടുത്തെ ചുമട്ടുകാർക്ക് ഇവിടെ ചുമക്കണം. 7 ചുമട്ടുകാരുണ്ട്. അപ്പോൾ ആ ചുമട്ടുകാർക്ക് ഇവിടെ ചുമക്കണമെന്ന് അവർ കർശനം അങ്ങ് വാശി പിടിക്കുക. അപ്പോൾ അവിടുത്തുകാർ അത് ഇറക്കി ഇങ്ങോട്ട് തരത്തില്ല, കയറ്റി വിടത്തില്ല. ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇതിനാണ് എനിക്കൊരു ഒത്തുതീർപ്പ്. ഈ ചുമട്ടുകാരുടെ പ്രശ്നം എനിക്കിപ്പോൾ വലിയൊരു പ്രശ്നത്തെ തീർന്നിരിക്കുന്നത്.